ഹലോ ഗൈസ്, അപ്പം നമ്മളെ മലയാളത്തിൻ്റെ എക്സാം ഒന്ന് കഴിഞ്ഞു. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അത്ര സിമ്പിളാവുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല പഠിച്ചിന്. എന്നാലും എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. വൺ വേർഡ് ആയിക്കോട്ടെ, അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം വൺ വേർഡൊക്കെ തോന്നിയത്. പിന്നെ എനിക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതിന് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. അതിലേക്ക് ഒന്നാണ് ശരിയായിട്ട് തോന്നിയത്, മറ്റേ രണ്ട് റോങ് ആണ്. പിന്നെ എന്താ അറിയില്ല, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പിന്നെ 4 മാർക്കിനും അത്യാവശ്യം സിമ്പിളാണ്. അതിലൊരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം സിമ്പിളാണ്. നവമാധ്യമങ്ങളെ കുറിച്ചാണ് മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 6 മാർക്കിനായിക്കോട്ടെ, പ്രകാശം ജലം പോലെയാണ്. പിന്നെ മാപ്പിളപ്പാട്ട്, അതിലുള്ള കുറച്ച് സവിശേഷതകൾ. പിന്നെയും 2 മാർക്കിന് പിന്നെയും അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തന്ന വരികളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എഴുതാൻ നല്ല സിമ്പിളുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് കിരാതവൃത്തം, അതിലെ ഉപന്യാസമാണ് ഞാൻ എഴുതിയത്. അത്യാവശ്യം സിമ്പിളായിരുന്നു. പിന്നെ ടോട്ടൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം മലയാളം നല്ല സുഖമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, എങ്ങനെ ഉണ്ടായിരുന്നു മലയാളത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ. അപ്പം മലയാളം ഞാൻ ഇത്ര എളുപ്പമാവുമെന്നൊന്നും വിചാരിച്ചില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.